പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും 11-ാം മാസത്തിൻ്റെ 24-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും, കർത്താവിൻ്റെ ദാസന്മാർക്കും ദാസിമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 32-ാം അധ്യായത്തിൽ യിരെമ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുപിരിയാതിരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. ചത്തുപിരിഞ്ഞാലും വിട്ടുപിരികയില്ല എന്ന് അനേകർ പറയുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ വിട്ടുപിരിയുന്ന അനേക മനുഷ്യർ പാർക്കുന്ന ഭൂമിയിലാണ് നാമും പാർക്കുന്നത്. ദൈവം നമ്മോട് അരുളി ചെയ്യുന്നു, ഞാൻ വിട്ടുപിരിയാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ വിട്ടുപിരിയാതെ തൻ്റെ അമ്മയോടും തൻ്റെ ദൈവത്തോടും പറ്റി നിന്നവളായിരുന്നു രൂത്ത്. പ്രതികൂല സാഹചര്യത്തിൽ ഓർപ്പ ചുംബിച്ച് വിട്ടുപിരിഞ്ഞപ്പോൾ വാർദ്ധക്യത്തിലും ക്ഷാമത്തിലും എല്ലാ പ്രതികൂലത്തിലും തൻ്റെ അമ്മയായ നവോമിയോട് ചേർന്ന് രൂത്ത് പറ്റി നിൽക്കുവാനിടയായി. പ്രതികൂലം വരുമ്പോൾ ഓടിപ്പോകുന്ന സഹോദരങ്ങളും സ്നേഹിതരും ഒത്തിരി പേരുണ്ട്. എന്തിനേറെ നമ്മുടെ അരുമനാഥനായ കർത്താവിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ക്രൂശിക്കുവാൻ പിടിക്കുമ്പോൾ 3.5 വർഷം തന്നോടുകൂടെ ചേർന്ന് നടന്നവരും, ഒരുമിച്ച് ഭക്ഷിച്ചവരും, ഒരുമിച്ചുറങ്ങിയവരും, സൗഖ്യം പ്രാപിച്ചവരും ഒത്തിരി പേരുണ്ടായപ്പോൾ കർത്താവ് സഹായത്തിനായി ചുറ്റും തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. കൂടെ മരിക്കുവാനും കാരാഗ്രഹത്തിൽ കിടക്കുവാനും ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ പത്രോസ് ആദ്യം ഓടി ഒളിക്കുവാനിടയായി. പ്രിയ ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തിലും അനേകർ നമ്മെ മറന്നൊന്നു വരാം, ഓടി മറഞ്ഞെന്നും വരാം. ദൈവജനത്തിൻ്റെ കഷ്ടതയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരികയും അവരെ ഉദ്ധരിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ മറന്ന് ജീവിച്ചാൽ അവരുടെ കഷ്ടതയുടെ നടുവിൽ ദൈവവും മുഖം മറച്ചു കളയുമെന്നും തിരുവചനം വ്യക്തമാക്കുന്നു. ഞാൻ എൻ്റെ മുഖം അവർക്ക് മറയ്ക്കും, അവരുടെ അന്തം എന്ത് എന്ന് ഞാൻ നോക്കും. അവർ വക്രതയുള്ള തലമുറ, നേരില്ലാത്ത മക്കൾ. ഹല്ലേലൂയ. വിശുദ്ധ ആരാധനയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ഉപവാസമില്ലാതെ, ദൈവഭയമില്ലാതെ, വചനത്തിൽ നിലനിൽക്കാതെ, ലോകത്തിൻ്റെ ഇൻപങ്ങളിലും പാപത്തിൻ്റെ അടിത്തട്ടുകളിലുമായി അനേകർ സ്തോത്രം ഹല്ലേലൂയ ജീവിക്കുമ്പോൾ, ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ, പ്രിയ ദൈവത്തിലെ ഭക്തനായ ദാവീദ് എല്ലാ കാലങ്ങളിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ദൈവഹിതം നിറവേറ്റിയവനുമാണ്. എന്നാൽ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നുപോയ നിരവധി സന്ദർഭങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ദൈവം നമ്മുടെ ഘട്ടങ്ങളിൽ ദൂരസ്ഥനായിട്ടല്ല, നമ്മുടെ സമീപസ്ഥനായിട്ട് തന്നെ കൂടെ ഉണ്ടായിരിക്കും. അതിന് സംശയമില്ല. നാം നന്നായി ജീവിച്ചാലും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചാലും കഠിനമായ ശോധനയിൽ കൂടെ നാം കടന്നു പോകേണ്ടതായി വരും. ഒരുപക്ഷെ ആ സമയങ്ങളിലെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടായില്ലെന്നും വരും. നാം ചിന്തിക്കുന്നത് പോലെ ദൈവം നമ്മെ മറന്നതല്ല കുഞ്ഞെ, മറിച്ച് നമ്മെ ചിലത് പഠിപ്പിക്കുവാനാണ്. അപ്പോൾ ദൈവം നമുക്ക് മുഖം മറച്ചു കളയുന്നത്, ഉത്തരം അരുളാതിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടുകൂടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളുമെന്ന് വചനം ഉറപ്പു തരുന്നു. ക്രോധത്തോടുകൂടെ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു എന്ന് കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. എങ്കിലും നിത്യസ്നേഹത്തോടെ നിന്നോട് കരുണ കാണിക്കുമെന്നും ദൈവം ഉറപ്പു തരുന്നു. വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുകയാണ്. അതേ ദൈവവൈതലേ, നമ്മോട് നമ്മെ ആര് വിട്ടുപിരിഞ്ഞാലും, ആര് നമ്മെ മറന്നു കളഞ്ഞാലും സ്തോത്രം ഹല്ലേലൂയ, പിരിയാതെ
നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം നമുക്ക് ഈ പ്രഭാതമുണ്ട്. ആകയാൽ അവൻ നമ്മുടെ കഷ്ടതയിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, മാനസിക നിരാശകളിൽ, രോഗശയ്യയിൽ ആരും എന്നെ കരുതിയില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ദൈവവേദനയും സ്തോത്രം, നിന്ദകളിലും പരിഹാസങ്ങളിലും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുമായി വേദനിക്കുന്ന ദൈവദാസനെ, ദൈവദാസിയെ ഇന്ന് പ്രഭാതം പരിശുദ്ധാത്മാവ് പറയുന്നു, വിട്ടുപിരിയാതെ നിനക്ക് വേണ്ടി നന്മ ചെയ്തുകൊണ്ടിരിക്കും. അതെ, ഈ 11ാം മാസം സ്തോത്രം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ചില നന്മയുടെ ദിനങ്ങളാണെന്ന് സ്തോത്രം വിശ്വസിക്കാമോ? കർത്താവ് അരുളി ചെയ്തതുപോലെ നമുക്ക് വിശ്വസിക്കാം. നമ്മെ വിട്ടുപിരിയാതെ നന്മ ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്കാം. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുമെന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്തിരിക്കുന്നു. ആ നിയമത്തിൽ തന്നെ നിന്നുകൊണ്ട് സ്വന്തം പ്രത്യാശയോടുകൂടെ നമുക്ക് നിൽക്കാം. ദൈവം നമുക്ക് നന്മ ചെയ്യും. വിശ്വസിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രകൃതി അനുകൂലമല്ലാതിരിക്കുമ്പോൾ, സ്നേഹിതർ അനുകൂലമല്ലാതിരിക്കുമ്പോൾ, ചർച്ചക്കാർ അനുകൂലമല്ലാതിരിക്കുമ്പോൾ, സഹോദരങ്ങൾ അനുകൂലമല്ലാതിരിക്കുമ്പോൾ, സ്തോത്ര മാതാപിതാക്കൾ, മക്കൾ അനുകൂലമല്ലാതിരിക്കുമ്പോൾ, ഭാര്യ ഭർത്താവ് അനുകൂലമല്ലാതിരിക്കുമ്പോൾ അനുകൂലമായി പിരിയാതെ നിന്ന് സ്തോത്രം ഹല്ലേലൂയ നടത്തുന്ന ഒരു നല്ല ദൈവം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ഈ വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. എല്ലാവിധ മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.